എനിക്ക് പിറകിൽ കാണുന്ന ഈ വീട്ടിൽ വെച്ചാണ് ജന്മം നൽകിയ സ്വന്തം ഉമ്മയെ മകൻ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ജന്മം നൽകിയതിൻ്റെ പേരിൽ നടന്ന ഒരു കൊലപാതകമെന്ന് ആഷിഖ് വിളിച്ചു പറയുന്നു. ഒരു നാടൊന്നാകെ നെട്ടി മൂക്കത്ത് വിരൽ വെച്ച ഒരു വലിയ വാർത്ത. ജന്മം നൽകിയതിന് സ്വന്തം അമ്മയെ കൊന്ന ഒരു മകൻ. മകന്റെ പഠനവും ജോലിയുമൊക്കെ സ്വപ്നം കണ്ടതായിരുന്നു ഉമ്മ സുബൈദ. ഒടുവിൽ ലഹരിയുടെ തീവ്രത കാരണം സുബൈദ 6 അടി മണ്ണിലും 25 വയസ്സുള്ള മകൻ ആഷിഖ് ജയിലിലുമായി. പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് സുബൈദയെ എത്തിച്ചപ്പോൾ ആഷിഖിനെ മോർച്ചറിക്ക് തൊട്ടപ്പുറത്തുള്ള മുറിയിൽ വൈദ്യപരിശോധന നടത്തുകയായിരുന്നു. പരിശോധന കഴിഞ്ഞ് ആഷിഖിനെയും കൊണ്ട് പോലീസ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ സുബൈദയുടെ പോസ്റ്റ്മോർട്ടവും ആരംഭിച്ചു. ലഹരിയിൽ ലക്കുകെട്ടപ്പോൾ നടന്ന കൊലപാതകമാണെങ്കിൽ സ്വബോധം വരുമ്പോൾ അല്പമെങ്കിലും കുറ്റബോധം തോന്നുമെന്ന് നിങ്ങൾ കരുതിയോ? എന്നാൽ അങ്ങനെയൊന്നില്ല. മാധ്യമങ്ങളോട് വരെ പരമപുച്ഛമായിരുന്നു ആഷിഖിന്. സുബൈദയ്ക്കും സഹോദരി സക്കീനയ്ക്കും മാത്രമല്ല, നാട്ടുകാർക്കെല്ലാം ആഷിഖിന്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. അയൽവാസികളുടെ എല്ലാ കരുതലും ശ്രദ്ധയും പതിഞ്ഞ വീടായിരുന്നു അടിവാരത്തെ സുബൈദയുടെ വീട്. സ്വന്തം വീട്ടിൽ നിന്ന് മാറി പുതുപ്പാടിയിലെ സഹോദരിയുടെ വീട്ടിലെത്തിയപ്പോൾ ബഹളം കേട്ട് ഓടിച്ചെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല. കിട്ടിയ തക്കം ഉമ്മയെ ആഷിഖ് കൊലപ്പെടുത്തി. ഇവൻ മയക്കുമരുന്നിന്റെ അടിമയായതുകൊണ്ട് അതടിച്ച് വന്നു കഴിഞ്ഞാൽ അലമ്പാണ് ആള്. 1-2 പ്രാവശ്യം നല്ല വയലൻ്റ് ആയിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോയതാണ്. കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് റീഡിയാക്ഷൻ സെന്ററിൽ കൊണ്ടുപോയതാണ്. താമരശ്ശേരി അടിവാരത്തുള്ള സുബൈദയുടെ സ്വന്തം വീടാണിത്. ഈ വീട്ടിൽ ആഷിഖും സുബൈദയും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകാറുണ്ടെന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. സുബൈദ മരിച്ചതോടെ ആഷിഖ് ജയിലിലും പോയതോടെ ഇനി ഈ വീട്ടിൽ ഒരു ശബ്ദവും ഉണ്ടാകില്ല, ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പലതവണ ലഹരി ഉപയോഗിക്കരുതെന്ന് നാട്ടുകാർ പറഞ്ഞതാണ്. പോലീസിലും വിവരമറിയിച്ചതാണ്. ഒടുവിൽ ഡി അഡിക്ഷൻ സെന്ററിലെ ചികിത്സയിലും നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാം വെറുതെയായി എന്ന് മാത്രം. നിരന്തരം പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. ഇപ്പോൾ അടുത്തും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ചെക്കന്മാരൊപ്പം വന്നിട്ട് അവൻ്റെ കമ്പനീസിനും വന്നിട്ട് ഇവിടെ ഇറങ്ങി, ഇവിടെ താക്കോലില്ലാത്തതുകൊണ്ട് ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഒരു സിഗരറ്റും കാര്യങ്ങളൊക്കെ വലിച്ച് അങ്ങനെ ആ സമയത്ത് പോയി. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു സുബൈദ. ഉമ്മയെ കാണാനായി എത്തിയതായിരുന്നു ആഷിഖ്. സഹോദരിയാവട്ടെ ജോലി ആവശ്യാർത്ഥം പുറത്തുമായിരുന്നു. ഇതിനിടയിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനാണെന്ന വ്യാജേനെ അരിവാൾ കത്തി വാങ്ങി ആഷിഖ് ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ജന്മം നൽകിയതിന് ഉമ്മയെ കൊലപ്പെടുത്തിയെന്നാണ് മൊഴി. പ്രതി ആഷിഖിനെ കുന്നമംഗലം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അടിവാരത്തെ സുബൈദയുടെ വീട്ടിൽ ഇനി പ്രശ്നങ്ങളോ കോലാഹലങ്ങളോ ഇല്ല. സുബൈദ 6 അടി മണ്ണിലേക്കും മകൻ ആഷിഖ് ജയിലിലേക്കും പോയി. പക്ഷേ ലഹരിയുടെ ആസക്തിയിൽ ഇനിയും എത്ര പേർ മരിക്കണം? ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.